ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ദോഷപരിഹാരങ്ങൾ ഫലത്തിലാവാൻ പലരും ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് പ്രശ്നം വെച്ച് നോക്കി, ജാതകമൊക്കെ നോക്കി നമ്മള് അതിന്റെ ദോഷങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അവസാനം അവർ ചോദിക്കും, ഇതിനെന്താ പരിഹാരം ചോദിക്കും. അപ്പൊ ദൈവജ്ഞൻ അതിന് പരിഹാരം നിർദ്ദേശിക്കും. ഒഴിവ് കാണും, ഒഴിവ് കണ്ട് പരിഹാരം നിർദ്ദേശിച്ചു. ചിലവര് ആ പരിഹാരം നിർദ്ദേശിച്ച പത്രമായിട്ട് പോയാൽ പിന്നെ വേറെ അടുത്ത ജ്യോത്സ്യനടുത്തേക്ക് പോകും. ചിലവർ ഇത് ശരി, അത് ചെയ്തു തന്നാൽ ഞങ്ങൾ ഇപ്പൊ ചെയ്തു തരണം എന്നാവശ്യപ്പെടും. അങ്ങനെ ഒരു പരിഹാര കർമ്മത്തിന് നമ്മൾ മുതിരുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 3 വ്യക്തികളാണ് അവിടെ നമുക്ക് വരുന്നത്. ഒന്ന്, നമ്മള് ഇത് പ്രശ്നം നോക്കിയ പൃച്ഛകൻ, പ്രശ്നം നോക്കാൻ വന്ന ആള് ദൈവജ്ഞനും പൃച്ഛകനും. പൃച്ഛകൻ എന്ന് പറഞ്ഞാൽ ജ്യോതിഷം നോക്കാൻ വന്ന വ്യക്തി, ദൈവജ്ഞൻ ജ്യോതിഷം നോക്കിയ, പ്രശ്നം വെച്ച് നോക്കിയ വ്യക്തി. പിന്നെ നമ്മുടെ പരിഹാര ക്രിയകളൊക്കെ ചെയ്യുന്ന പുരോഹിതൻ. ഈ 3 പേരും കൂടാതെ നമ്മുടെ ദേവതകളിലാണ് നമ്മൾ ഈ പരിഹാരങ്ങളൊക്കെ അർപ്പിക്കുന്നത്. പരിഹാരങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ ദേവതകളെയാണ് നമ്മൾ കൂട്ടുപിടിക്കുന്നത്. അപ്പം ഈ 3 പേരും ഒരുപോലെ, അതായത് ദൈവജ്ഞൻ അല്ലെങ്കിൽ ജ്യോത്സ്യന്റെ കർമ്മം ചെയ്യുന്ന പുരോഹിതനും കർമ്മം ചെയ്യിക്കുന്ന വ്യക്തിക്കും അത് ചെയ്യുന്ന ആ 3 പേർക്കും ഒരുപോലെ എന്താണ്, ഈ 3 പേരുടെയും ഗുണങ്ങളാണ് ശാന്തി കർമ്മങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നത്. ഈ പറയുന്ന 3 പേരിലും ഒരാൾക്ക് ഗുണമില്ലാതെ വന്നാൽ എന്താണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയില് നമുക്ക് പൂർണ്ണ ഫലപ്രാപ്തി കിട്ടിയെന്ന് വരുന്നതല്ല. കാരണം ഒരു ജ്യോതിഷൻ ഉപാസകനും സ്വാത്വികനുമാണെങ്കിൽ അദ്ദേഹം എഴുതുന്ന ഒഴിവുകളും കാണുന്ന പ്രശ്നങ്ങളും നമ്മൾ മറ്റൊരു പുരോഹിതന്റെ അടുത്തേക്ക് ഒഴിവ് കണ്ട് ചാർത്ത് കൊടുത്തു വിടുമ്പോൾ ആ പുരോഹിതൻ അത് ചെയ്യുമ്പോൾ അയാൾ വളരെ സ്വാത്വികമായിട്ടും തീവ്ര ഭക്തിയോടും കൂടി ആ ഉപാസനയോടുകൂടി അത് ചെയ്യുന്നു. അതേസമയം ഇത് ചെയ്യാൻ വേണ്ടി വന്ന, കർമ്മം ചെയ്യിക്കാൻ വേണ്ടി വന്ന പൃച്ഛകൻ എന്ന വ്യക്തി, ഈ വ്യക്തിക്ക് ഒരു ഈശ്വരാധീനവും ഇല്ല, ഒരു ദൈവാധീനവും ഇല്ല. അയാളുടെ മനസ്സിൽ ഇതിന് സംശയമാണ് എന്ന് വിചാരിക്കുക. ചെയ്യുന്ന ദോഷപരിഹാര കർമ്മങ്ങൾ, ഇത് ചെയ്താൽ ഞാൻ കൊടുത്ത പൈസ പോവോ, ഇത് ചെയ്താൽ ഞാൻ കൊടുത്ത ഞാൻ ചെയ്യുന്ന കർമ്മത്തിന് ഫലം ഉണ്ടാവുമോ, ഇത് ചെയ്താൽ എന്റെ പ്രശ്നങ്ങളെല്ലാം മാറുമോ, ഇത് ചെയ്താൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ, ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടും എനിക്കൊരു ഗുണം കിട്ടിയിട്ടില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പൃച്ഛകൻ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ദോഷപരിഹാര കർമ്മത്തിന്റെ ഗുണാനുഭവങ്ങൾ അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം നമ്മുടെ ആചാര്യ മതമനുസരിച്ച് ആചാര്യന്മാർ പറയുന്നുണ്ട്, ഒരു ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ 3 പേരും ഒരുപോലെ എന്തായിരിക്കണം, ഒരേ മനസ്സോടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകുമെന്ന ചിന്തയോടുകൂടി മാത്രം അതിലേക്ക് മനസ്സർപ്പിച്ച് വേണം ചെയ്യാൻ. എന്നാലേ ഈ ചെയ്യുന്ന ശാന്തി കർമ്മങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ. ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യിക്കുന്ന വ്യക്തി ചില നിഷ്ഠകൾ പാലിക്കണം. ഇപ്പൊ നമ്മളൊരു പൂജ അല്ലെങ്കിൽ ഒരു പരിഹാരം നമ്മൾ നിർദ്ദേശിച്ചു എങ്കിൽ ആ ദോഷപരിഹാരം ചെയ്യുന്ന വ്യക്തിക്ക് ചില നിഷ്ഠകൾ വേണം. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ഇടിച്ചു പൊളിച്ച് തടിച്ചു പൊളിച്ച് മത്സ്യമാംസമൊക്കെ കഴിച്ച് ഒരു ഉപാസനയോ ഒരു വ്രതമോ ഒരു ഇതും ഇല്ലാതെ വന്ന് പൂജയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു ഭാഗവത്താവാൻ സാധിച്ചു എന്ന് വരുന്നതല്ല. അപ്പോ വ്രതം, നാമം, ജപം, ഇത് മാതിരിയുള്ള കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യുന്ന കർമ്മങ്ങളാണ് ഈ വ്യക്തി, പൃച്ഛകൻ എന്ന് പറയുന്ന വ്യക്തി, കർമ്മം ചെയ്യിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത്. അയാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഒരു ഹോമം ചെയ്യാനോ ഉപാസന ചെയ്യാനോ സാധിച്ചില്ലെങ്കിലും ചെറിയ വ്രതം എടുക്കാം, ചെറിയ രീതിയിൽ നാമജപമാവാം, ചെറിയ രീതിയിൽ ജപമാവാം. ഈ രീതിയെല്ലാം ഈ കർമ്മം ചെയ്യിക്കുന്ന വ്യക്തി തുടർന്ന് അനുഷ്ഠിക്കേണ്ടതാണ്. അത് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും, ആരുടെയും ഒരു സഹായവും ആവശ്യവുമില്ലാതെ. അപ്പോ ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളിലെ പൂർണ്ണ വിശ്വാസവും അത്യാവശ്യമാണ്. ഈ പൂർണ്ണ വിശ്വാസം ഇല്ലാതെ ഒന്നും ഞാനിത് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇതിനൊന്നും ഫലവും കിട്ടില്ല എന്ന് വിചാരിച്ചാൽ നമുക്കൊരു കാര്യമില്ല. അപ്പൊ നമ്മള് ചെയ്യാൻ വരുന്ന വ്യക്തി, ഇത് കർമ്മിയെ കൊണ്ട് പുരോഹിതനെ കൊണ്ട് ചെയ്യിക്കുന്ന വ്യക്തിക്ക് ആ ചെയ്യുന്ന കാര്യത്തില് എന്നില് പരിപൂർണ വിശ്വാസം ഉണ്ടാവണം. ചെയ്യുന്ന പുരോഹിതന്റെയൊക്കെ എല്ലാം അർപ്പിച്ചാൽ പോരാ, പുരോഹിതൻ അതൊക്കെ ചെയ്തോളും, എനിക്കിതിലെ ജോലിയൊന്നുമില്ല, അങ്ങനെയല്ല. നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഉണ്ടാവണം. അപ്പൊ ആ പൂർണ്ണ വിശ്വാസവും അതും ആണ്, അർപ്പിതമായ മനോഭാവമാണ് നമുക്ക് എന്തുണ്ടാവേണ്ടത്, അത്യാവശ്യം ഉണ്ടാവേണ്ടത്. പ്രാർത്ഥനകൾ നടത്തുമ്പോൾ, ജപിക്കുമ്പോൾ, നാമജപങ്ങൾ ഉണ്ടെങ്കിൽ നാമം അറിയാവുന്നൊരു നാമജപം ചെയ്യുമ്പോൾ, ഞങ്ങളൊക്കെ പൂജാ പരിഹാരങ്ങൾ ചെയ്യുന്ന സമയത്ത്
വരുന്ന പൃച്ഛകനോട് പറയാറുണ്ട്, ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ പരിഹാര കർമ്മത്തിന് വന്നിരിക്കുകയാണ്, ഒന്നും അറിയില്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം മാത്രം ഉരുവിട്ടുകൊണ്ട് ഭഗവാനെ മനസ്സാ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതകളെ നിങ്ങൾ നാമം ചൊല്ലി മനസ്സാ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിലും നമ്മൾക്ക് മനസ്സിന് നമ്മുടെ എന്താണ് കൺട്രോൾ കിട്ടും, ചെയ്യുന്ന കർമ്മത്തിന് പരിഹാര കർമ്മത്തിന് ഒരു ഗുണം വരാൻ തുടങ്ങും. അപ്പോൾ പ്രാർത്ഥനകൾ നടത്തുമ്പോഴും വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും നാം നമ്മുടെ അഹംബോധം, നമ്മുടെ മനസ്സിലുള്ള അഹം, ഈഗോ, ഞാൻ എന്ന ഭാവം, അഹംബോധത്തെ അമർത്തി വെച്ചുകൊണ്ടാണ് നിർവഹിക്കുന്നത്. ആ സമയത്ത് ഭഗവാന്റെ മന്ത്രങ്ങളും നാമങ്ങളും ഉരുവിടുന്ന സമയത്ത് ഈ ഈഗോയിൽ നിന്ന് മുക്തനായി അത് അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ അത് അടക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതനുസരിച്ചൊരു ഫലപ്രാപ്തിയും നമുക്കുണ്ടാകും. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ജോലിയുള്ളതാർക്കാ? ചെയ്യിക്കുന്ന കർമ്മം ചെയ്യിക്കുന്ന വ്യക്തിക്കാണ്. അയാളുടെ മനസ്സിലുള്ള അഹംഭാവം, ഈഗോയെ മാറ്റിവെച്ചുകൊണ്ട്, അതിനെ അമർത്തി വെച്ചുകൊണ്ട്, ഈഗോ എപ്പോഴുള്ളവനാണ്, അത് മാറ്റിവെക്കാൻ പറ്റില്ല. അപ്പൊ അത് ഉള്ളിൽ അമർത്തി വെച്ചുകൊണ്ട് പ്രാർത്ഥനകളോടും ജപങ്ങളോടും കൂടി പുരോഹിതൻ ഈ കർമ്മം ചെയ്യുമ്പോൾ ആ പുരോഹിതനോട് കൂടി നമ്മൾ വിശ്വാസം അർപ്പിച്ച് അതിലേക്ക് അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ ചെയ്യുന്ന പൂജാതി കർമ്മങ്ങളുടെ ഫലം, നമുക്ക് ഫലപ്രാപ്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും 3 പേരും, ദൈവജ്ഞനും പൃച്ഛകനും ഈ കർമ്മം ചെയ്യുന്ന പുരോഹിതനും ഒരുപോലെ ഇതില് ഭാഗത്താവുന്നതാണ്. അതുകൊണ്ട് കർമ്മം ചെയ്യിക്കാൻ വരുന്ന വ്യക്തികൾക്ക് ഘൃതവും നാമജപവും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അതുകൂടെ നിങ്ങൾ സ്വയമായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇതിന് കുറെ പരിഹാരങ്ങളും കുറെ ദോഷപരിഹാരങ്ങൾക്ക് ഫലം കിട്ടുന്നതാണ്. ദോഷപരിഹാരങ്ങൾ ചെയ്തിട്ട് ഫലം കിട്ടാത്തതിന്റെ കാരണവും അത് തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിനും ഭഗവത്താവില്ല. ഇപ്പൊ ഒരു പരിഹാരം ചെയ്യുമ്പോൾ അതില് മനസ്സർപ്പിച്ച് ജപത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി അർപ്പണ മനോഭാവത്തോടുകൂടി പങ്കെടുക്കുന്ന ഒരു പൃച്ഛകനാണ്, ഒരു വ്യക്തിയാണ് എങ്കിൽ ആ കർമ്മി ചെയ്യുന്ന പരിഹാരത്തിന്, പുരോഹിതൻ ചെയ്യുന്ന പരിഹാരത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും. അപ്പൊ അതുകൊണ്ട് സ്വയം നമ്മളുടെ അഹംഭാവത്തെ മാറ്റിവെച്ച് അതിലേക്ക് നമ്മൾ അർപ്പിത മനോഭാവത്തോടു കൂടി ഇറങ്ങിച്ചെല്ലുക.